കൊളത്തൂർ നിടുവോട്ട് നിന്നും വനം വകുപ്പ് കൂടുവെച്ച് പിടികൂടിയ പുലിയെ വെള്ളൂരിലെ ജനവാസ മേഖലയുൾപ്പെടുന്ന വനപ്രദേശത്ത് തുറന്നുവിട്ടതായി പരാതി. കഴിഞ്ഞ ദിവസം പുലർച്ചെ വനം വകുപ്പ് അധികൃതർ വാഹനങ്ങളിലെത്തി ഇവിടെ പുലിയെ തുറന്നുവിട്ടതായാണ് പരാതി. സംഭവം പ്രദേശവാസികളിൽ കടുത്ത പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ വിദ്യാനഗറിലെ ഫോറസ്റ്റ് ഡിവിഷണൽ ഓഫീസിലെത്തുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ, മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം, കാസർഗോഡ്. കൊളത്തൂർ നിടുവോട്ട് പ്രദേശം പുലിഭീതിയിലായതിനെ തുടർന്ന് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു പുലി കുടുങ്ങിയത്. നിടുവോട്ടെ റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ച കൂട്ടിൽ 5 വയസ്സുള്ള പെൺപുലിയായിരുന്നു കുടുങ്ങിയത്. പുലിയുടെ കണ്ണിന് സമീപത്ത് ചെറിയ പരിക്കുകൾ കണ്ടിരുന്നു. എന്നാൽ വിശദമായ പരിശോധനയിൽ പരിക്ക് സാരമുള്ളതല്ലെന്ന് ഉറപ്പിച്ച ശേഷം വനത്തിനകത്ത് രാത്രി തന്നെ വനം വകുപ്പ് അധികൃതർ പുലിയെ വിട്ടയച്ചിരുന്നു. എന്നാൽ ഏത് മേഖലയിലാണ് പുലിയെ തുറന്നുവിട്ടതെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നില്ല. ഇതിനിടെയാണ് പുലിയെ തുറന്നുവിട്ടത് വെള്ളൂരിനോട് ചേർന്നുള്ള വനമേഖലയിലാണെന്ന പരാതിയുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയിട്ടുള്ളത്. നാട്ടക്കൽ, നെട്ടണികെ, വാണിനഗർ, കിന്നിങ്കാർ ഉൾപ്പെടെയുള്ള ജനവാസ മേഖലകൾ ചേർന്ന പ്രദേശമാണിത്. ഇവിടെയുള്ള ചെണ്ടത്തെടുക്ക വനത്തിലാണ് പുലിയെ തുറന്നുവിട്ടതെന്ന് ഉറപ്പിച്ചതായി പ്രദേശവാസികൾ പറയുന്നു. വനം വകുപ്പ് സംഘം വാഹനത്തിൽ പുലിയെ കൊണ്ടുവരുന്നതായുള്ള CCTV ദൃശ്യങ്ങൾ തെളിവായി കാണിച്ചാണ് പ്രദേശവാസികൾ പുലിയെ തുറന്നുവിട്ടത് ഈ മേഖലയിൽ തന്നെയാണെന്ന് വ്യക്തമാക്കുന്നത്. വെള്ളൂർ, നാട്ടക്കല്ല്, കിന്നിങ്കാർ, PHCയുടെ മുൻവശം എന്നിവിടങ്ങളിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പുലിയെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് രാത്രി തന്നെ വെള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധര ഉൾപ്പെടെയുള്ളവർ വിദ്യാനഗറിലെ ഫോറസ്റ്റ് ഡിവിഷണൽ ഓഫീസിലെത്തുകയും അധികൃതരെ നേരിൽ കണ്ട് സംസാരിക്കുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. പുലിയെ തുറന്നുവിട്ടതായ അഭ്യൂഹമുയർന്ന സാഹചര്യത്തിൽ പ്രദേശവാസികൾ കടുത്ത ഭീതിയിലാണെന്നും സ്ഥലത്ത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ വിന്യസിക്കണമെന്നും പുലിയെ പിടികൂടുവാൻ കൂടുവയ്ക്കണമെന്നതുമാണ് ഇവരുടെ ആവശ്യം. ഏതാണ്ട് 12ഓളം കിലോമീറ്ററോളമാണ് വനം വലിയത്. എന്നാൽ ആ വനത്തിന് വിടുത്തെന്ന് പറയുന്നത് വെറും 1/2 കിലോമീറ്റർ, അതല്ല 3/4 കിലോമീറ്റർ മാത്രമാണ്. അതിലൊരു പുലിയെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ അത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരും എന്ന് പറയുന്നതും ജനത്തിൻ്റെ ആൾക്കാരുടെ കൃഷിയിലേറ്റും ജീവനത്തിനും ഹാനിക്കുന്ന രീതിയിൽ അത് പ്രവർത്തിക്കും എന്തായാലും. അപ്പോൾ ആ ഒരു പ്രവർത്തനമാണ് ഫോറസ്റ്റ് ഇന്നിത് ഇപ്പം DFൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടില്ലത്. ഇന്നലെ നമുക്കത് അറിയാൻ സാധിച്ചെങ്കിൽ രാവിലെയൊക്കെ ഇവർക്ക് നിഷേധിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അവസാനം നമ്മൾ CCTV ഫുട്ടേജൊക്കെ എടുത്ത് കൊടുത്തതിന് ശേഷം അവർ സമ്മതിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നു. ഇപ്പോൾ കർണാടകത്തിൻ്റെ അതിർത്തിയിലാണ് ഞങ്ങൾ കർണാടകത്തിൽ വിട്ടുന്നിട്ടാണ് നമ്മളോട് പറഞ്ഞത്. കർണാടകത്തിൽ വിട്ടാലും കേരളത്തിൽ വിട്ടാലും അതൊരു 1/2 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസിലാണ് ഉള്ളത്. വിവരമറിഞ്ഞ് കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് ഉൾപ്പെടെയുള്ളവരും പ്രതിഷേധം നടക്കുന്ന വിദ്യാനഗറിലെ വനം വകുപ്പ് ഓഫീസിലെത്തി. BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി, സംസ്ഥാന സെക്രട്ടറി K. ശ്രീകാന്ത് ഉൾപ്പെടെയുള്ള BJP നേതാക്കളും സ്ഥലത്തെത്തി. ബേഡക പഞ്ചായത്തിൽ നിന്ന് പിടിച്ചിട്ടായിട്ട് പിന്നെ മിഡ്നൈറ്റിൽ കൊണ്ടുപോയിട്ട് വെള്ളൂർ പഞ്ചായത്തിലാണ് ഈ ഒരു ലെപ്പഡിനെ വിട്ടിട്ടുള്ളത്. 2 months ഇവർക്ക് വേണ്ടി വന്നു ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ വിത്തിൻ 24 hours ഈ ലെപ്പഡിനെ കൊണ്ടുപോയിട്ട് ഫോറസ്റ്റിൽ വിട്ടിട്ടുള്ളത്. പക്ഷേ അവർ പറയുന്നത് ഞങ്ങൾ ഫോറസ്റ്റിൽ വിട്ടിട്ടുണ്ട്, ഒരു പ്രശ്നം ആവുന്നില്ല എന്ന്. ഫോറസ്റ്റിൽ ഉണ്ടായ ലെപ്പഡന്നെ വന്നിട്ടായിട്ട് കുറേ നാശങ്ങളാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അറിഞ്ഞിട്ടായിട്ടാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് ഇങ്ങനത്തെ ഒരു കൃത്യം ചെയ്തിട്ടുള്ളത്. സംഭവത്തിൽ പ്രദേശവാസികളുടെ ആവശ്യം പരിഗണിച്ച് വനം വകുപ്പ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ വിന്യസിച്ചതായാണ് വിവരം. കൂടാതെ പുലിയെ പിടികൂടുവാനായി കൂടും സ്ഥാപിച്ചതായും വിവരമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളുടെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.